പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1, +2 വിദ്യാർത്ഥികൾക്ക് അതുപോലെ SSLC വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ 2 വർഷത്തെ കോവിഡ് കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി അർഹരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഗ്രേസ് മാർക്ക് നൽകുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം പത്രമാധ്യമങ്ങൾ വഴി നമ്മളെല്ലാവരും കണ്ടതാണ്. ഗ്രേസ് മാർക്കിന് അർഹരാകുന്ന വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങളും അതുപോലെ ഗ്രേസ് മാർക്കിന് അർഹത നൽകുന്നതിൻ്റെ ഡീറ്റെയിൽസുകളും സ്കൂളുകളിൽ നിന്നാണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. എന്നാൽ ഇതുവരെയും ഇത്തരം ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് നൽകാനുള്ള ലിങ്കുകൾ സ്കൂളുകൾക്ക് ഇതുവരെയും സർക്കാരോ ഡിപ്പാർട്ട്മെന്റോ ലഭ്യമാക്കിയിട്ടില്ല. കേവലം ഈ വർഷത്തെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ പത്രമാധ്യമങ്ങൾ വഴി അറിഞ്ഞു എന്നതല്ലാതെ സ്കൂളുകൾക്കും മറ്റും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന്, വിദ്യാഭ്യാസ മന്ത്രി നിന്ന് പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഈ വർഷം വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകും എന്നത് തന്നെയാണ്. സാധാരണ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട എൻട്രികൾ സ്കൂളുകളിൽ നിന്ന് വരുത്താറുള്ളത്. ഗ്രേസ് മാർക്ക് എൻട്രി വരുത്താൻ ഒരുപാട് ദിവസങ്ങളുടെയൊന്നും ആവശ്യം സ്കൂളുകൾക്കില്ല. 4-5 ദിവസങ്ങൾ മാത്രം മതിയാകുന്നതാണ് ഇത്തരത്തിലുള്ള എൻട്രികൾ കേരളത്തിൽ ആകെയുള്ള സ്കൂളുകൾക്ക് പൂർത്തിയാക്കാൻ. ക്ലബ്ബുകളിലുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ കലാകായിക മത്സരങ്ങളിലുള്ള നേട്ടങ്ങൾക്കും ഒരുപാട് വിദ്യാർത്ഥികളാണ് ഗ്രേസ് മാർക്കിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ നിങ്ങളിലേക്ക് ഉടനെ എത്തിക്കുന്നതാണ്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.